ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ CI രണ്ടും കൽപ്പിച്ച് കുറെ പണിക്കാരൊക്കെ കൊണ്ടുവന്ന് കിരണിന്റെ വീട്ടുവളപ്പിൽ അങ്ങനെ കുഴിക്കുകയാണ്. ആ തെങ്ങിൻ തൈ വെച്ചെടുത്ത് നല്ല പ്രതീക്ഷയോട് കൂടി തന്നെയാണ് CI അത് ആ കുഴി എടുക്കുന്നത്. പക്ഷേ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വെള്ളം കാണും അല്ലാതെ അതിന്റെ അകത്ത് നിന്ന് ഒരു തുണിക്കഷ്ണം പോലും കിട്ടാതെ ആകെ നിരാശയായി പോവുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് കിരണും എത്തുന്നുണ്ട്. എന്തായാലും കിരണിനോട് CI പറയാണ്, നീ ബുദ്ധിമാനാണടാ, നിനക്കറിയാലേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന്, അതുകൊണ്ട് നീ നേരത്തെ തന്നെ ഇവിടെ നിന്ന് ഇത് മാറ്റിയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ കിരണിനും ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും നമ്മുടെ വേലു ചോദിക്കുകയാണ്, ഇങ്ങോട്ട് സാറ് മാറ്റിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ ഞാൻ മാറ്റിയിട്ടില്ല എന്ന് പറയാണ്. പിന്നെ ഇങ്ങോട്ട് പോയി അറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ചന്ദ്രസേന്റെ അരികിലേക്കാണ് കിരൺ വേഗം പോകുന്നത്. ചന്ദ്രസേനോട് കാര്യങ്ങൾ പറയുകയാണ്. അപ്പൊ ചന്ദ്രസേനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എങ്ങാനുമാണോ മാറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാണ്. കാരണം ആ CI നിങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ശാന്തേച്ചിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, ആ തെങ്ങുംതൈയുടെ കാര്യങ്ങളും ചോദിച്ചു, അതുപോലെ നഴ്സറിയിൽ പോയി അന്വേഷണം നടത്തിയെന്നറിഞ്ഞപ്പോൾ എനിക്കറിയായിരുന്നു അവസാനം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നതുകൊണ്ട് ഞാൻ കല്യാണിയെ ഹോസ്പിറ്റലിലായ ഒരു ദിവസം രാത്രി അവിടെ വന്ന് ഞാനും എൻ്റെ ആൾക്കാരും കൂടി ആ കുഴി എടുത്ത് അതിൽ നിന്ന് അഴുകിയ അവൻ്റെ ഡെഡ് ബോഡി എടുക്കുകയും അതുപോലെ തന്നെ ഒന്നും തിരിച്ചറിയാത്ത രീതിയിൽ അവിടെ അങ്ങനെ ആക്കിയിട്ട് ഞങ്ങൾ പോയതാണെന്ന് പറയുന്നുണ്ട്. കിരൺ ചോദിക്കുകയാണ്, അല്ല അപ്പം അവൻ്റെ ഡെഡ് ബോഡി എന്ത് അച്ഛാ എന്ന് ചോദിക്കുമ്പം അത് നീ പ്രതീക്ഷിക്കേണ്ട, അത് അയാൾക്ക് കിട്ടുകയില്ല, അയാൾ അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല, അത് ചുടുകാട്ടിൽ അയാൾ തീയിട്ട് കത്തിച്ച് കളഞ്ഞു എന്ന് പറയുകയാണ്. എന്തായാലും അതൊക്കെ കേൾക്കുമ്പോൾ കിരണ് സന്തോഷമാവുന്നുണ്ട്. അപ്പോഴും കിരണ് സംശയം, അല്ല അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അവന്റെ തലക്കടിച്ചത് ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ചത് അച്ഛനാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അപ്പൊ ചിരിച്ചുകൊണ്ട് പറയാണ്, അത് ഞാനല്ല കിരണേ, അതറിയില്ല, എനിക്ക് ആരാ ചെയ്തതെന്ന് അറിയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ വലിയ സന്തോഷത്തോടു കൂടി കിരൺ അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ നേരെ കല്യാണിയുടെ അരികിലേക്കാണ് പോകുന്നത്. കല്യാണിയോട് വിവരങ്ങൾ പറയുകയാണ്. അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കല്യാണിക്കും അതൊരു ആശ്വാസമായി മാറുകയാണ്. എപ്പോഴും അച്ഛൻ കൂടെയുണ്ട് എന്ന് പറയുകയല്ലാതെ ഒരു കാര്യം ഇതുവരെയും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇതിനു വേണ്ടി ഒന്നും ചെയ്തില്ല, എല്ലാത്തിനും ചന്ദ്രസേന്റെ ആളുകളും ഉണ്ട് എന്ന് പറയുകയല്ലാതെ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കിരണിനെ സഹായിച്ചതിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിലും നമ്മുടെ കല്യാണിയുടെ അസുഖമൊക്കെ ഏകദേശം ഭേദമായി. എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ ഡോക്ടർ പറയുകയാണ്. ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്, റെസ്റ്റ് എടുക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ കല്യാണിയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അതേ സമയത്താണെങ്കിൽ കല്യാണിയോട് പറയുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കേണ്ട, നിനക്കൊരു ആപത്തും ഇനി വരുത്തില്ല, അത് ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ CIയെ പറ്റിയിട്ടും പറയുകയാണ്, അയാൾ ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കറിയാം. എന്തായാലും ഇനി നമ്മുടെ ഒന്നും വരില്ല, കാരണം ആ ഇരുമ്പ് വടിയിൽ അയാൾ ഫോറൻസിക് ലാബ് റിപ്പോർട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ അവസാനം ആരുടെ കൈയാണോ പതിഞ്ഞിട്ടുള്ളത് അത് മാത്രമേ അതിൽ പെടുകയുള്ളൂ, അല്ലാതെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് നമ്മളൊന്നും പേടിക്കണ്ട എന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കിരൺ നേരെ പോകുന്നത് നമ്മുടെ ലക്ഷ്മിയമ്മയുടെ അരികിലേക്കാണ്. ലക്ഷ്മിയമ്മയോടും കാര്യങ്ങളൊക്കെ പറയുകയാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടായത്. പിന്നെ അപ്പോൾ ആ വിക്രത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ വിക്രം അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവനെയും വെറുതെ വിടരുത്. ഈ ഗംഗപ്രസാദിന്റെ അതുപോലെ തന്നെ ഈ പറയുന്ന രാഹുലിന്റെയൊക്കെ അവസ്ഥ തന്നെയായിരിക്കും അവനും, ഇതുപോലെ ഒരു മരണം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. എൻ്റെ കല്യാണിയെയും കാർത്തിയെയൊക്കെ ഉപദ്രവിക്കാൻ വേണ്ടി അവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ന് ഉറച്ച തീരുമാനത്തോടു കൂടി നമ്മുടെ ലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട്. എന്തായാലും പ്രകാശൻ ഉണ്ടാവും അവിടെ. പ്രകാശനും പറയാൻ അത് തന്നെയാണ് മോനെ എന്റെയും തീരുമാനം എന്ന് പ്രകാശനും കിരണ് സപ്പോർട്ട് എന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ CI ആണ് കേട്ടോ വീണ്ടും കാണിക്കുന്നത്. CIക്ക് ഇപ്പോഴും ദേഷ്യം തീർന്നിട്ടില്ല. എന്തായാലും ആ ഇരുമ്പ് വടിയിൽ പതിഞ്ഞിട്ടുള്ള ഫോറൻസിക് ലാബ് റിപ്പോർട്ടിൽ അതിലെ വിരലടയാളം, ഒരു വിരലടയാളം എന്തായാലും അത് കിട്ടിയിട്ടുള്ളൂ, അത് ആരുടേതാണെന്ന് കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ കല്യാണത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും വിരലടയാളം പരിശോധിക്കണമെന്ന് ഈ CI ഉത്തരവിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരുടെയും വിരലടയാളം പരിശോധിക്കുന്നുണ്ട് കിരൺ, അതുപോലെ തന്നെ കല്യാണി, ചന്ദ്രസേനൻ, രൂപ, ഈ വേലു, രതീഷ്. പക്ഷെ ഇവരുടെ ഒന്നുമല്ല അവർക്ക് കിട്ടിയിട്ടുള്ള ആ വിരലടയാളത്തിലുള്ള ഇവരുടെ ഒന്നും വിരലടയാളമല്ല. ഒടുവിൽ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് നമ്മുടെ മനോഹറിന്റെ അരികിൽ തന്നെയാണ്. അങ്ങനെ മനോഹറിനെ ജയിലിൽ വന്ന് കാണുകയാണ് ഈ CI. അങ്ങനെ മനോഹറിനെ വിളിപ്പിച്ചിരിക്കുകയാണ് അവിടുത്തെ സൂപ്രണ്ട്, ജയിൽ സൂപ്രണ്ട്. മനോഹറിനോട് പറയുന്നുണ്ട്, CI നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്, നിന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ വന്നതാണ് എന്നിങ്ങനെ പറയണ കേൾക്കുമ്പോൾ മനോഹർ ഒന്ന് പേടിച്ച് നിൽക്കുകയാണ്. എന്തായാലും
ഒടുവിൽ ആ വിരലടയാളം നമ്മുടെ മനോഹറിന്റെ തന്നെയാണെന്ന് CI പ്രൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ CI നമ്മുടെ മനോഹറാണ് അത് ചെയ്തതെന്നുള്ള കാര്യം എല്ലാവരും പുറത്തറിയുകയാണ്. കിരണൊക്കെ എന്തായാലും അത്ഭുതപ്പെട്ടു പോവുകയാണ്. കിരൺ ചെന്ന് എന്തായാലും മനോഹറിനെ കാണുന്നുണ്ട്. നീ എപ്പോഴാണ് അവിടേക്ക് വന്നത്, നീ എപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മനോഹർ പറയുന്നത്, സാറേ ഞാൻ പരോളില് കഴിഞ്ഞിട്ട് അന്നേ ദിവസമാണ് എനിക്ക് പരോള് കഴിഞ്ഞ് തിരികെ ജയിലിലോട്ട് പോകേണ്ട ദിവസം. ആ സമയത്ത് സാറിനെ കണ്ടൊന്ന് യാത്ര പറയാമെന്ന് വിചാരിച്ച് ഞാൻ വന്നപ്പോഴാണ് അവിടെ അങ്ങനെ ഒരു ഹാളിൽ കല്യാണം നടക്കുന്നത്. അത് കാർത്തികയുടെ കല്യാണമാണെന്ന് മനസ്സിലാക്കുകയും ഞാൻ ചെയ്തു. അപ്പോഴാണ് ആ സമയത്ത് കല്യാണിയെ ലക്ഷ്യം വെച്ചിട്ടും അതുപോലെ കിരണൊക്കെ ലക്ഷ്യം വെച്ച് കാർത്തിക ലക്ഷ്യം വെച്ച് നിൽക്കുന്ന നമ്മുടെ ഗംഗപ്രസാദിനെ ഞാൻ കാണുന്നത്. അവൻ ഒളിഞ്ഞിങ്ങനെ നിൽക്കണ കാണുമ്പോൾ ഞാൻ സാറിന്റെ കണ്ണിൽ മണ്ണിട്ടിട്ട് അവനിങ്ങനെ ഓടിപ്പോകുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് അവിടെ ഒരു വലിയൊരു ഇരുമ്പ് വടി ഞാൻ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ അവൻ അങ്ങനെ പുറം തിരിഞ്ഞ് നിൽക്കുമ്പോൾ അവന്റെ തലമണ്ടയ്ക്ക് അടിച്ചിട്ട് ആ ഇരുമ്പ് വടി എറിഞ്ഞിട്ട് ഓടിയത് ഞാനാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സാറിനോട് യാത്ര പറഞ്ഞു പോകാൻ പോലും ആ സമയത്ത് പറ്റാഞ്ഞത്. സാർ എന്നോട് ചോദിച്ചില്ലേ എപ്പോഴാണ് നീ തിരികെ ജയിലിലോട്ട് പോയതാണ്, ഈ ഒരു സാഹചര്യത്തിലായതുകൊണ്ടാണ് ഞാൻ സാറിനോട് പോലും പറയാതെ പോയതെന്ന് പറയുന്നുണ്ട്. അപ്പൊ കിരൺ പറയാണ്, നിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. പലരെയും ഞാൻ സംശയിച്ചെങ്കിലും നിന്നെ ഞാൻ ഒരിക്കലും ഇത് സംശയിച്ചില്ല. എന്നാലും നീ എന്തിനാണ് അത് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാർ അത് വിട്ടേക്ക്, കാരണം എൻ്റെ മകളെ എൻ്റെ ഭാര്യയൊക്കെ സംരക്ഷിക്കുന്നത് സാറാണ്. അതുകൊണ്ട് തന്നെ സാറ് ജയിലിലേക്ക് പോയ സാറിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കും കൂടി അതൊരു ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇത്രയും കരുതലുള്ള സാറിന്റെ ജീവിതത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കുക എന്നെ കൊണ്ടായൊരു സഹായം ഞാൻ ചെയ്തു എന്നുള്ളൂ. അവൻ എന്തായാലും മരിക്കേണ്ടവൻ തന്നെയാണ്. അതുകൊണ്ട് അവൻ മരണപ്പെട്ടതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. സാറിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഉപകാരം എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ നമ്മുടെ മനോഹർ അങ്ങനെ പറയുകയാണ്. എന്തായാലും എല്ലാവർക്കും നല്ല വിഷമമാകുന്നുണ്ട് കേട്ടോ. കാരണം മനോഹർ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് അവരെ രക്ഷപ്പെടുത്തിയല്ലോ. അല്ലെങ്കിൽ അന്നത്തെ ദിവസം ആ ഹാളിൽ ആരുടെയെങ്കിലൊക്കെ മരണം അത് ഉറപ്പായേനെ. പിന്നെ ഇത്രയും നാളും എല്ലാവർക്കും ഭീഷണിയായിരുന്നു. എല്ലാവർക്കും ഇപ്പോൾ സമാധാനത്തോട് ജീവിക്കാൻ കഴിയുന്നത് ആ ഗംഗപ്രസാദ് എന്ന് പറയുന്ന ആള് പോയതിന് ശേഷമാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ മനോഹറിന് എന്തായാലും ശിക്ഷ ഇത്തിരി കൂടിയും കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പൊ വേറെ ആരും ഇല്ല എന്നറിയുമ്പോൾ CIക്ക് ആകെ സങ്കടം വരികയാണ്. CIയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കിരणे അറസ്റ്റ് ചെയ്യുക എന്നതായിരുന്നു. പക്ഷെ അത് നടക്കാത്തതിൽ CIക്ക് ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും CI വന്നിട്ട് കിരണിനെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഇതിലെന്തായാലും താൻ ജയിച്ചു, എന്തായാലും എനിക്ക് തന്നോട് വൈരാഗ്യമൊന്നുമില്ല, ഞാൻ എന്തായാലും യഥാർത്ഥ പ്രതിയെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്, ഇനിയിപ്പം കോടതി തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിലായിരിക്കും ഈ പറയുന്ന സരയുമൊക്കെ ഈ കാര്യം അറിയുന്നത്. അപ്പോൾ മനോഹറിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുകയാണ്. കിരണായാലും കല്യാണിയായാലും അത് ഒട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുന്നുണ്ട് സരയു. അങ്ങനെ അതിനുശേഷം കുഞ്ഞിനെ കൊണ്ട് ഇതുപോലെ കുഞ്ഞിനെ കാണണമെന്ന ആവശ്യപ്രകാരം കല്യാണിയും കിരണും ഇങ്ങനെ ഒരു ആഗ്രഹമെങ്കിലും അവന് സാധിച്ചു കൊടുക്കണം, ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ജയിലിൽ പോയിട്ട്. അതുപോലെ തന്നെ പകയോടുകൂടി പരോളിൽ പുറത്തിറങ്ങുന്ന വിക്രത്തിനെ ഇല്ലാതാക്കുകയും നമ്മുടെ സരയുവിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി സരയുവിന്റെ ചതി തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.